എയർപോർട്ടിൽ പോയ സമയത്ത് നമ്മുടെ സൈഡിൽ കൂടെ രാജുവേട്ടൻ പോയി. നമ്മൾ അറിഞ്ഞില്ല ബാക്കിലുള്ളവരുടെ രാജുവേട്ടൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഡൂപ്പായിരിക്കുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ പൃഥ്വിരാജേട്ടനായിരുന്നു. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സൈഡിൽ കൂടെ പോയി. നമ്മൾ തൊട്ട് സൈഡിൽ കൂടെ പോയത്. അപ്പോൾ തന്നെ എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായി കൂടെ പോയിട്ട്. പിന്നെ കുറച്ച് കയ്യിലുള്ളതുകൊണ്ട് പിന്നെ പോയില്ല. പുറത്തുനിന്ന് രാജുവേട്ടാന്ന് വിളിച്ചപ്പോൾ തന്നെ പുള്ളി തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ എന്തായാലും കാണാം. ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാം. രാജുവേട്ടാ ഹായ്. ഓ ഇതാണോ വല്ല ആനക്കാര്യം. പിന്നെ ഇവിടെ പിന്നെ ആർക്കും പരിചയപ്പെടുത്തി തന്നെയല്ല. മുന്നേ യൂട്യൂബിലെല്ലാം ഭയങ്കര ഫേമസ് ആയ ഒരു ടീമാണ് കേട്ടോ. അപ്പോൾ ഇവൾ പറയുന്നത് പൃഥ്വിരാജ് ഇവൾ പോകുന്ന വഴിമലേ കൂടി ആ സൈഡിലേക്ക് കൂടി അങ്ങനെ പോയിന്നാണ് പറയുന്നത്. അപ്പം ഭയങ്കര സന്തോഷമായി പോലും ഇവൾക്ക് പൃഥ്വിരാജ് ആ വഴിമലേ പോകുന്നത്. അങ്ങനെ ഏതെല്ലാം പൃഥ്വിരാജ് ഏതെല്ലാം വഴിമല പോകുന്നുണ്ട്. അപ്പം നമ്മളൊന്നും കാണാത്തത് കൊണ്ട് അതിനൊന്നും പറയാനില്ല. പക്ഷേങ്കിൽ ഇവളത് കണ്ടതുകൊണ്ട് ഇവൾക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇവൾ ഈ ചെയ്ത ഈ വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻ്റ് ഉണ്ട് കേട്ടോ. ആ കമൻറ്റ് ഇതുവരെ ആരും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോൻ്റെ താഴെ പോയിട്ടൊന്ന് വായിച്ച് നോക്കും. പിന്നെ ഒരു വാക്കും കൂടി ഇവൾ പറയുന്നുണ്ട്. കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ നോക്കിയായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ കുഞ്ഞില്ലത് കൊണ്ട് എനിക്ക് പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് കുഞ്ഞിനെ വലിച്ച് ചാടാൻ നിന്നും അത് വലിയ ഭാഗ്യമായിപ്പോയി. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ വിഡ്ഢികൾ ഇങ്ങനത്തെ ഓരോ ആർട്ടിസ്റ്റിനൊക്കെ കാണുമ്പം എല്ലാം വലിച്ചെറിഞ്ഞ് പോകുന്ന ടീം.